ഈ കറി റെഡിയാക്കുന്നതിന് വേണ്ടി 1/2 കിലോ മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിലോപ്പിയ എന്നാണ് ഞങ്ങൾ ഈ മീനൊക്കെ വിളിക്കുന്നത്. നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താണ് വിളിക്കുന്നത് എനിക്കറിയത്തില്ല. പിന്നെ എനിക്ക് മീൻകാരൻ തന്നെ എൻ്റെ സൈഡിലെ മുള്ളൊക്കെ വെട്ടി തന്നു കേട്ടോ. അപ്പോൾ എനിക്ക് ക്ലീൻ ചെയ്യുന്നതിന് വളരെ എളുപ്പമായി. എന്നിട്ട് ഞാൻ നമ്മൾ കല്ലിലിട്ട് നന്നായിട്ട് ഉരച്ച് ഇതിൻ്റെ അഴുക്കെല്ലാം കളഞ്ഞെടുക്കണം. അതിനുശേഷം അതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം നമ്മൾ. എന്നിട്ട് ഇതുപോലെ കട്ടി കുറച്ച് നുറുക്കിയെടുക്കണം. അത് ഇതുപോലെ നുറുക്കി ഞാനൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുകൊണ്ടോ അപ്പം നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തിരിക്കുകയാണ്. ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കണം. അപ്പം ഞാനത് അവിടേക്ക് മാറ്റി വയ്ക്കുകയാണ്. അതിനുശേഷം ഞങ്ങളുടെ മാവിന്മേൽ തന്നെ ഉണ്ടായ മാങ്ങയാണ്. അതിൽ നിന്നൊരു മാങ്ങ പറിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊണ്ടൊക്കെ നമ്മൾ നന്നായിട്ട് ഒന്ന് ചെത്തിയതിന് ശേഷം ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചൊറുക്കയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അല്പസമയം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. കുറച്ച് സമയം ഇവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്ക് ഞാൻ ഇവിടെ അരി അടുപ്പേലിട്ടിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാനതൊന്ന് ഊറ്റി ഒരു കൊട്ടയിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ അപ്പോഴേക്കും അതിനുശേഷം ഞാൻ ഒരു തേങ്ങ എടുത്ത് ഒന്ന് ചിരകി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് അതിൻ്റെ ഒന്നാം പാൽ ഞാൻ മാറ്റി വയ്ക്കുകയാണ്. ഇത് ഒന്നാം പാലാണ് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അത് ലാസ്റ്റാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ബാക്കി പാൽ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കറി റെഡിയാക്കുന്നത്. ശേഷം ഒരു വലിപ്പമുള്ള ഒരു സവാള നീളത്തിൽ ചട്ടിയിലേക്ക് ഇട്ട് കൊടുത്ത് ഇഞ്ചിയും പച്ചമുളകും നമ്മളതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചൊറുക്കയും ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം 2 ടീസ്പൂൺ മല്ലിപ്പൊടി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. അതിലേക്ക് ഒരു അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മാത്രം മുളക് പൊടിയാണ് പച്ചമുളക് ചേർത്തിരിക്കുന്നതിനാലാണത്. അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന മാങ്ങ നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ മാങ്ങയും കൂടി അതിലിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ നമുക്കെടുത്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീനെല്ലാം നമ്മളതിലേക്ക് ഇട്ട് കൊടുത്ത് ആ ഗ്രേവിയൊക്കെ അതിലേക്ക് ഒന്ന് മിക്സ് ചെയ്ത് അതിലൊന്ന് പിടിപ്പിക്കാം. അതിനുശേഷം നമ്മൾ ഈ പാല് അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. പാലൊഴിച്ച് കൊടുത്ത് നമ്മൾ നന്നായിട്ട് തീ കത്തിച്ച് കൊടുക്കണം. നന്നായിട്ട് കത്തുന്ന തീയിലേക്ക് നമുക്ക് ഈ കറി അങ്ങോട്ട് വെച്ച് കൊടുക്കാം. പക്ഷേ ഞാനതിലേക്ക് ചൊറുക്ക ഒഴിച്ച് കൊടുക്കാൻ മറന്നുപോയി. മാങ്ങയിൽ മാത്രമേ നമ്മൾ ചൊറുക്ക ചേർത്തിരുന്നുള്ളൂ. പിന്നെ അല്പം ചൊറുക്കയും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് മൂടി വെച്ച് നന്നായിട്ട് ഒന്ന് തീ കത്തിച്ച് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം നമുക്ക് ഒന്ന് അടപ്പ് തുറന്ന് ഒന്ന് കഷ്ണം ഉടഞ്ഞു പോകാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ അതേ കറി ഇവിടെ അതിൻ്റെ ഗ്രേവിയൊക്കെ ചെറുതായ രീതിയിൽ പറ്റി വന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്കെൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. ഇപ്പം ഞാനതേ ഒന്നാം പാൽ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അധികം തിളയ്ക്കുന്നത് വരെ നമ്മൾ തീ കത്തിച്ച് കൊടുക്കുന്നില്ല. അതവിടെ ഇരുന്ന് ഒന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്ത് അതിലേക്ക് ഒരു 5-6 നീളത്തിൽ എരിഞ്ഞ് ചുമന്നുള്ളി നമുക്ക് ഇട്ട് കൊടുക്കാം. 1 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതൊന്ന് ചുമന്ന് വരുന്ന സമയത്ത് ഒരല്പം കാശ്മീരി മുളക് പൊടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കണ്ടോ, ഇപ്പോൾ ഞാൻ തീയൊക്കെ കിടത്തി, പക്ഷേ എന്നാലും കറി തിളച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കറി അവിടെ നിന്ന് ഇറക്കി വെച്ചു കേട്ടോ. അത് മൂടി ഒരു അല്പസമയം നമുക്ക് മൂടി വയ്ക്കുന്നത്. ഇപ്പോൾ ഇത് അടിപൊളി മാങ്ങയും മീനും കൊണ്ടുള്ള കറി ഇവിടെ റെഡിയായി കഴിഞ്ഞ് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെല്ലാവരുടെ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. താങ്ക് യു.